വളരെ ഗൗരവമുള്ളൊരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. സിനിമ ഒരു വലിയ വ്യവസായമാണ്. കോടിക്കണക്കിന് രൂപ ഓരോ കൊല്ലവും നഷ്ടപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ചലച്ചിത്ര രംഗം. നമ്മൾ വിചാരിക്കും ഇത്രയധികം ചിത്രങ്ങൾ ഇറങ്ങുന്നു, ആളുകളെല്ലാം കോടികൾ സമ്പാദിക്കുന്നു. എന്നാൽ ഇതിൽ 8 10 ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഓരോ വർഷവും ഒരു 400 500 700 കോടി രൂപയൊക്കെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തകർന്നു പോകുന്നത്. എന്നാലും ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പല പ്രൊഡ്യൂസേഴ്സും പാടുപെടുകയാണ്. അപ്പോഴാണ് റിവ്യൂ ബോംബിംഗ് നടത്തി ഈ നിർമ്മാതാക്കളെ കൂടുതൽ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് എറിയാൻ ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ നിർമ്മാതാവ് സിയാദ് കോക്കർ ഇതുപോലൊരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ കഥ മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് പകർന്നു കൊടുത്തിരിക്കുകയാണ് ഒരു വിദ്വാൻ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് സിയാദ് കോക്കർ പരാതി നൽകിയിരിക്കുകയാണ്. സിയാദ് കോക്കർ എന്ന് പറയുന്ന വ്യക്തി മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരാളെന്ന് മാത്രമല്ല, ഒരുപാട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു സിനിമയ്ക്ക് വേണ്ടി. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ വഴി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരാൾ വിനാശത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കഥകളെല്ലാം സിനിമ കണ്ടിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക നിരൂപണത്തിൻ്റെ പേരിൽ. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു. ഈ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സിയാദ് കോക്കർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. എന്താണ് സിയാദ് കോക്കറിൻ്റെ പരാതിയിൽ പറയുന്നത്? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർമ്മാതാവ് സിയാദ് കോക്കർ നൽകിയ പരാതിയിൽ പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂ ബോംബിംഗ് നടന്നിരിക്കുന്നു. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെടുകയും വലിയ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് സർക്കാർ അവകാശപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് അന്നും ഇതേ ആരോപണം നേരിട്ട ഒരു യൂട്യൂബർ അശ്വന്ത് കോക്ക് എന്ന പേരുള്ള ഒരു യൂട്യൂബർ റിവ്യൂ ബോംബിംഗ് നടത്തിയത്. പരാതി നൽകിയതിന് പിന്നാലെ ഇയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ഒരുപാട് പേർ ഈ സിനിമയുടെ ഏകദേശം തുടക്കം മുതൽ അവസാനം വരെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലൊരു നടപടി ഉണ്ടായില്ല എങ്കിൽ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഉണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയെയും DGPയെയും സമീപിക്കാനാണ് സിയാദ് കോക്കറുടെ തീരുമാനം. ഏതായാലും റിവ്യൂ ബോംബിംഗ് മലയാള സിനിമയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്നൊരു സമയത്താണ് ഒരു പുതിയ സിനിമ തിയേറ്ററിൽ വന്ന് 24 മണിക്കൂറിനകം അതിൻ്റെ റിവ്യൂ ബോംബിംഗ് എന്ന പേരിൽ SKN പറഞ്ഞ പോലെ അതിൻ്റെ കഥ മുഴുവൻ വ്യക്തമാക്കുന്ന രീതിയിൽ ഈ യൂട്യൂബർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ശ്യാം പറഞ്ഞതുപോലെ ഇത് വലിയൊരു അപകടമാണ്. ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തകർത്ത് കളയുന്ന സംഭവമാണ്. ഈ 12 കൈ 45 കൈ ഒക്കെ യൂട്യൂബിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിനിമയെ തകർക്കുന്ന നടപടി ആര് ചെയ്താലും അംഗീകരിക്കാൻ കഴിയില്ല. കർക്കശമായ ഒരു അന്വേഷണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ നടത്തട്ടെ. ഈ പരാതിക്കാരൻ്റെ അപേക്ഷയിൽ നടപടി ഉണ്ടാക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല കേരളത്തിൽ.